നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കളെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തണമെന്ന് ദലീമ ജോജോ MLA. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകമാണെന്ന് അമ്പലപ്പുഴ MLA H. സലാം. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. സാമ്പത്തിക അന്തരം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച രാജ്യമായി ഇന്ത്യ മാറിയെന്ന് KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ. സംയുക്ത കർഷക തൊഴിലാളി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി. ജോയിന്റ് കൌൺസിൽ 56ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്മൃതി പതാക ഏറ്റുവാങ്ങൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ വാടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 7ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കളെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തണമെന്ന് ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പെൺമക്കൾ വിവാഹിതരായാലും അവരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന സമീപനം മാതാപിതാക്കൾ കൈക്കൊള്ളണമെന്ന് ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും എന്ന വിഷയത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇല്ലെന്നല്ല, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇന്നിപ്പോൾ MLA ആയിട്ട് ഇപ്പോൾ നടക്കുമ്പോൾ അല്ലെ ജനപ്രതിനിധിയാകുമ്പോൾ നമ്മൾ എന്നും കാണുന്ന കാഴ്ചകൾ ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ പല ആത്മഹത്യകളും നമ്മൾ കാണേണ്ടതായിട്ട് വരികയാണ്. ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്ത ഭാരമായിരിക്കാം അവരെ ഇതിലേക്ക് നയിക്കുന്നത്. കാരണം മരണം നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല, നമ്മളാരും മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെന്നും ഈ ഭൂമിയിൽ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ശിഥിലതയാവാം നമ്മളെ ഇതുപോലെയുള്ള പ്രവണതയിലേക്ക്, ആത്മഹത്യ പോലെയുള്ള പ്രവണതയിലേക്ക്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ കടത്തുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ വിഷമതകളിൽ സംഭവിച്ചു പോകുന്നതാണ്. അതിന് കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ശിഥിലത തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ ഇന്ന് വളരെയധികം വിവാഹിതരായ പെൺമക്കളെ മറ്റൊരു കുടുംബാംഗമായി കണക്കാക്കി മാതാപിതാക്കൾ അകറ്റി നിർത്തുന്നത് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നതിനും ആത്മഹത്യകൾക്കും കാരണമാകും. പെൺമക്കളെ ഭാരമായി കാണാതെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഡോക്ടർ പൂർണിമ വിഷയം അവതരിപ്പിച്ചു. പാനൽ ചർച്ചയിൽ നഗരസഭാംഗം സൗമ്യരാജ്, അഡ്വക്കേറ്റ് ശ്രീജേഷ്, സിതാര അഭിലാഷ്, S. ഉഷ, PT ലിജിമോൾ എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളിലെ ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യോത്തര സെഷനും സെമിനാറിൽ നടത്തിയിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരളത്തിലെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകമാണെന്ന് അമ്പലപ്പുഴ MLA H. സലാം അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു H. സലാം. കേരളത്തിലെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകമെന്ന് H. സലാം MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാറുന്ന കാലം മാറേണ്ട കൃഷിരീതി എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ കടയിൽ പോയി നല്ല വില കൊടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കും, വില കൊടുത്ത് മേടിക്കും. എത്ര വില കൊടുത്ത് മേടിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പോലും നമുക്ക് അതിൻ്റെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ചക്ക. പല രാജ്യങ്ങളും ചക്കയുടെ ഏതാണ്ടെല്ലാം അതിൻ്റെ പുറത്തുള്ള തോട് ഉൾപ്പെടെ ഉൽപ്പന്നമാക്കിയിട്ട് വിൽപ്പന ചെയ്ത രാജ്യങ്ങളുണ്ട് ലോകത്ത്. നമ്മുടെ ജില്ലയിലെ ചാരുമൂട് അങ്ങനെയുള്ള ആ ഓണാട്ടുപുര ഭാഗത്തേക്ക് പോയാൽ ഈ ചക്ക പിടിക്കുന്ന കാലമാകുമ്പോൾ വെറുതെ പറമ്പിൽ വെട്ടിയിടുക, വെട്ടിയിടേണ്ട താനെ വീണ് പോവുക. ആ സമയത്തുമില്ല, ആ വഴിക്ക് വണ്ടിയിൽ നമ്മൾ പോയാൽ വണ്ടിക്ക് രണ്ട് ചക്ക കയറ്റി വെച്ച് തരും, ഇത് രണ്ടെണ്ണം കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. അതൊന്ന് സമാഹരിച്ച് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി
വ്യവസായാടിസ്ഥാനത്തിൽ കൂടി ഒരു സംരംഭമാക്കി മാറ്റി. ഇന്ത്യ കേരളം മേളയിലെ ആദ്യ സെമിനാറാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നടന്നത്. കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യ ഏതൊക്കെ രീതിയിൽ ഉൾപ്പെടുത്താമെന്ന തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. ഇതിലൂടെ കാർഷിക മേഖലയുടെ മുന്നേറ്റം സാധ്യമാകും. കേരളത്തിൽ കൃഷി വ്യാപിക്കാനുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൃഷിക്കൂട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. കാലാവസ്ഥാനുസൃത കൃഷിരീതികൾ എന്ന വിഷയത്തിൽ ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ P. മുരളീധരൻ വിഷയാവതരണം നടത്തി. ഫാം ടൂറിസം എന്ന വിഷയത്തിൽ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രം സീനിയർ ശാസ്ത്രജ്ഞനെയും ഹെഡുമായ ഡോക്ടർ G. ജയലക്ഷ്മി വിഷയാവതരണം നടത്തി. നഗരസഭാംഗം എൽജിൻ റിച്ചാർഡ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C. അമ്പിളി, E&D ഡെപ്യൂട്ടി ഡയറക്ടർമാരായ N. ഗോപാലകൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ, കർഷകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു. സാമ്പത്തികാന്തരം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച രാജ്യമായി ഇന്ത്യ മാറിയെന്ന് KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. സംയുക്ത കർഷക തൊഴിലാളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി. സാമ്പത്തികാന്തരം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച രാജ്യമായി ഇന്ത്യ മാറിയെന്ന് KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ അഭിപ്രായപ്പെട്ടു. മെയ് 20-ന് സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കിന്റെ വിജയത്തിനായി ആലപ്പുഴയിൽ ചേർന്ന സംയുക്ത കർഷക തൊഴിലാളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU-വിന്റെയും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ KSKTU-വിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. BKMU സംസ്ഥാന സെക്രട്ടറി R. അനിൽകുമാർ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. M. സത്യപാലൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സാറാമ തങ്കപ്പൻ, AD കുഞ്ഞച്ചൻ, B. ലാലി, KK സാജു, AK സജു, M. സോമൻ, T. പ്രസാദ്, C. പ്രസാദ്, V. മോഹനൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ 56ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്മൃതി പതാക ഏറ്റുവാങ്ങൽ ചടങ്ങ് നടത്തി. ജോയിന്റ് കൗൺസിൽ സ്ഥാപക നേതാക്കളെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളന നഗരിൽ ഉയർത്താൻ മുൻകാല നേതാക്കളെ അനുസ്മരിച്ച് പതാക ഏറ്റുവാങ്ങിയത്. രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണലിൽ വളരും, രക്തപതാക തണലിൽ വളരും, വർഗവികാരം സിന്ദാബാദ്, വർഗവികാരം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്. ജോയിന്റ് കൗൺസിലിന്റെ 56ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്മൃതി പതാക ഏറ്റുവാങ്ങൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സ്ഥാപക നേതാക്കളെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളന നഗരിയിൽ ഉയർത്താൻ മുൻകാല നേതാക്കളെ അനുസ്മരിച്ച് പതാക ഏറ്റുവാങ്ങിയത്. ജോയിന്റ് കൗൺസിൽ സ്ഥാപക നേതാവ് കൂടിയായ S. രാമഭദ്രൻ നായരുടെ ഭവനത്തിൽ സംഘടിപ്പിച്ച സ്മൃതി പതാക കൈമാറ്റ ചടങ്ങിൽ മകൻ R. രാജീവിൽ നിന്നും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ധന്യ പൊന്നപ്പൻ രക്തപതാക ഏറ്റുവാങ്ങി. നേരത്തെ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS. സന്തോഷ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വർത്തമാനത്തെ കാലത്ത് ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഈ സംഘടന എന്നും അങ്ങനെയായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും. അത് മാറണം. ചില ഓർമ്മകൾ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് എന്ന ബോധ്യം. അങ്ങനെ ഈ ജോയിന്റ് കൗൺസിൽ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ സംഘബലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സഖാക്കളുടെ ജീവിതം അവര് അതിന് പകരമായി നൽകിയിട്ടുണ്ട്. അത്തരം സഖാക്കളെ ഈ 5.5 പതിറ്റാണ്ട് കഴിയുന്ന സമയത്ത് ഓർമ്മിക്കാതെ പോകുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് കൗൺസിൽ ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പാലക്കാട് അതിന്റെ കൊടിമരം രക്തപതാക വയലാറിലെ പതാക ഉയർത്തുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ജോയിന്റ് കൗൺസിലിനെ നയിച്ച മൺമറഞ്ഞ സഖാക്കളുടെ ഓർമ്മകൾ കൂടി അതിനോടൊപ്പം. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം C. സുരേഷ് യോഗത്തിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി VS. സൂരജ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ B. നസീർ, M. അനിൽകുമാർ, R. ജയചന്ദ്രൻ, ഷഹീർ ഷെരീഫ്, ലോലിത, V. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ വാടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 7ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു. സദാശം സുരേശം സദാ പാതുമീശം നിദാനോത്ഭവം ശങ്കര.
ആലപ്പുഴ വടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 7ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു. കലശാഭിഷേകം, ഗുരുപൂജ, പ്രഭാഷണം, അന്നദാനം, താലപ്പൊലി, ദീപക്കാഴ്ച, പുഷ്പകലശം, പ്രാദേശിക നൃത്ത പരിപാടികൾ, കൈകൊട്ടിക്കളി അടക്കം ക്ഷേത്രത്തിലും വേദിയിലുമായി വിവിധ പരിപാടികൾ അരങ്ങേറി. പ്രസിഡന്റ് CS സുജിത്, സെക്രട്ടറി ഷീബ ലവൻ, വൈസ് പ്രസിഡന്റ് രഞ്ജിനി കുഞ്ഞുമോൾ, ജോയിന്റ് സെക്രട്ടറി ഇന്ദിര കുഞ്ഞുമോൻ, രക്ഷാധികാരി PP പ്രസന്നകുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രതിഷ്ഠാ വാർഷികത്തിന്റെ 2ാം ദിനമായ മെയ് 8 രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഗുരുപൂജ, ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ ആലാപനം, കലശാഭിഷേകം, മഹാഗുരുപൂജ എന്നിവയെ തുടർന്ന് നടത്തിയ പ്രദേശത്തെ ജാതിമത ഭേദമന്യേയുള്ള 100കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാപ്രസാദമൂട്ടും വേറിട്ട ചടങ്ങായി മാറി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാഹിതരായ പെൺമക്കളെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തണമെന്ന് ദലീമ ജോജോ MLA. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകമാണെന്ന് അമ്പലപ്പുഴ MLA H. സലാം. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. സാമ്പത്തിക അന്തരം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച രാജ്യമായി ഇന്ത്യ മാറിയെന്ന് KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ. സംയുക്ത കർഷക തൊഴിലാളി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി. ജോയിന്റ് കൗൺസിൽ 56ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്മൃതി പതാക ഏറ്റുവാങ്ങൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ വാടക്കൽ ശ്രീനാരായണ ഗുരുസ്മാരക ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 7ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.